ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രത്യേകിച്ചും കേരളത്തിലെ CPM-നും വലിയ നഷ്ടമാണ് PS-ൻ്റെ വേർപാടിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണ് PS വളർന്നു വന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് സഖാവ് ഉയർന്നു വന്നത്. വ്യത്യസ്ത മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനമായ PB-യിലും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിക്കുകയുണ്ടായി. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റി അംഗം, PB അംഗം എന്ന നിലയിൽ പാർട്ടി ഒരുപാട് സംഭാവന. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് അദ്ദേഹം കാണുകയും കേരളത്തിൽ കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് നടത്തിയത്. ഒരു കാലത്ത് അടിമകളെ പോലെ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളെ അവരെ വലിയ രീതിയിൽ വളർത്തിയെടുക്കാൻ അവകാശബോധമുള്ളവരാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് കൺവീനർ, സംസ്ഥാന കൺവീനർ എന്ന നിലയിലും അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കാൻ വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം CPIM-ന്റെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളായിരുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ ഒരു ചരിത്രം കൂടിയാണ് ഇന്ന് അവസാനിക്കുന്നത്. CPIM രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത, ദീർഘകാലം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച, LDF-ന്റെ കൺവീനറായി പ്രവർത്തിച്ച, മുഖ്യമന്ത്രിയായി ഭരണാധികാരി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു സഖാവ് VS. അദ്ദേഹവുമായി കാൽനൂറ്റാണ്ട് കാലത്തെ ബന്ധമാണുള്ളത്. SFIയുടെ നേതാവായിരുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. പാലക്കാട്ട് മലമ്പുഴയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. തുടർന്നെല്ലാം പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജീവിതത്തിലൊരു വലിയ അനുഭവമായിട്ടാണ് കണക്കാക്കുന്നത്. സഖാവ് VS-ന്റെ ഉജ്ജ്വലമായ സമര ജീവിതത്തിന് അന്ത്യാഭിവാദ്യം. ലാൽ സലാം.